അങ്ങനെ ആഹാരം മേടിച്ചുകൊണ്ട് വന്ന് തിന്നാൻ വന്നു പറഞ്ഞു. അങ്ങനെ സഹകരിക്കുമ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞ് എൻ്റെ അനിയത്തി തറയക്കോടിൻ്റെ ട്രെയിനിൻ്റെ കമ്പനി ജോലിക്ക് പോകുന്നു, എന്നെ വിടുവെന്ന് വെച്ച്. ഞാൻ പറയും കല്യാണം ഈ സമയം വരെ ഒരു തുരുമ്പിട്ട് ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ പറയും നീ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, മുഷു എടുക്കണ്ട, എൻ്റെ സ്വന്തം അനിയത്തിയല്ലേ എന്നറിയാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ മതി. ശരി ഇനി പോ. അങ്ങനെ പണിക്ക് പോകേണ്ട ഒരു സുപ്രഭാതി ഈ കമ്പനി പൂട്ടി. വീണ്ടും സ്നേഹത്തിലായപ്പോൾ പൂട്ടി. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വാക്കുണ്ട്, ഇവൻ കൊണ്ടുവന്ന് ഇവൻ്റെ ഫോൺ നമ്പർ അവിടെ ഇവിടെ കൈ കൊടുത്തായിരുന്നു. അത് നിങ്ങളെങ്ങനെ അറിഞ്ഞോ? ഇവിടെ അനിയത്തി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. എവിടെ? ഓട്ട് കമ്പനിക്ക് പോയപ്പോൾ? ഓട്ട് കമ്പനി പോയിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു വിട്ടേനെ ജോലിക്ക് പോകാൻ തുടങ്ങിയില്ലേ അതിനുശേഷം. അപ്പോൾ ഇവനെ ഇതിൻ്റെ ഭാര്യ അടിക്ക് കളഞ്ഞ്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് അവിടെ പോകണമെന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്നവ അവിടെ ഒരു സമയത്ത് കമ്പനി പൂട്ടിയപ്പോഴത്തേക്ക് ജോലിയില്ല. അപ്പോൾ അനിയത്തിയും ചേട്ടനോട് തീരുമാനിച്ച് അമ്മ എവിടെയും ജോലി ഇറക്കാനും. ബി എണ്ണൂർ ഒരു ആശുപത്രി ഉണ്ട്, അവിടെ ഇതാണ് ക്ലീനിങ് സെറ്റിൽ ജോലിക്ക് ആളിനെ എടുക്കുമെന്ന് പറഞ്ഞു. ഇവർ രണ്ടും കൂടെ പോയി ജോലിക്ക് എന്ന് തിരക്കിയപ്പോൾ ഇവർ രണ്ടും ജോലി കൊടുത്ത്. എന്നാൽ ഇവർ രണ്ടും കൂടെ വന്ന്. അപ്പോൾ എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞ് അവിടെ വാടക താമസിക്കുക. എവിടെ? എൻ്റെ വീടിൻ്റെ പുറത്ത് അങ്ങ് അവരെ കുടുംബ വീടിൻ്റെ പുറത്ത്. അപ്പോൾ പറഞ്ഞ് എനിക്കൊരു വീട് നോക്കണം, ഈ വീട് വിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആര് പറഞ്ഞു? അനിയത്തി ഇവളുടെ അടുത്ത് പറഞ്ഞു. അപ്പം വീട് നീ എവിടെ തിരക്കുമെന്ന് നോക്കിയപ്പോൾ അനിയത്തി പറഞ്ഞു ദൂരെ എവിടെയും ഒന്നും. ചേച്ചിയോട് പറഞ്ഞു ദൂരെ എവിടെയും തിരക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് ഈ നമ്പറിൽ വിളിച്ച് ഇവനെ വിളിക്കത്ത് പറഞ്ഞ് അവിടെ എവിടെയും ഒരു. അവൻ്റെ പേരെന്താ? ഉണ്ണിയെ വിളിച്ചു. ഉഷ ഉണ്ണിയെ വിളിച്ചു. വിളിക്കത്ത് പറയും അവിടെ എവിടെയും ഒരു വീട് തിരക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുകൂടെ വീട് തിരക്കുന്നത്. വീട് തിരക്കി അതെന്താ നിങ്ങളുള്ളപ്പോൾ ഉണ്ണിയെ വിളിച്ച് പറയാൻ കാരണം? ഞാൻ അറിയില്ല. ഞാൻ കടയിൽ ജോലിക്ക് പോയി, ഞാൻ അറിയത്തില്ല. തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രഹസ്യമായിട്ട് അങ്ങനെ ഇവര് വീട് വടക്കെടുത്തവിടെ എൻ്റെ മോള് താമസിക്കുന്നുണ്ട് കുറച്ചിപ്പുറം. അവിടെ നിന്ന് എൻ്റെ മോള് താമസിക്കുന്ന ഇവിടെ നമ്മൾ ഈ റോഡിൽ പോകുന്ന ദൂരം അത്രേ ഉള്ളു. മോളെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിൻ്റെ അപ്പുറം. ഈ സംഭവം ഞാൻ അറിയുന്നില്ല. ഞാനെനിക്ക് ഇവര് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അനിയത്തിയും ചേട്ടൻ ജോലിക്ക് പോകുമ്പോൾ 1-2 ദിവസം ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന്. അത് കഴിഞ്ഞിട്ട് വിരക്കമില്ല. 2 ആഴ്ച കൂടുമ്പോൾ ഉഷ വരില്ല. 2 ആഴ്ച കൂടുമ്പോൾ ഒരു പകല് 11 മണിക്കോ 12 മണിക്കോ വരും. എനിക്ക് വീട്ടിൽ ആഹാരം വെച്ചാൽ വന്ന ഉടനെ വീട്ടിൽ വന്ന് കയറി ഇരുന്നിട്ട് എൻ്റെ തന്നെ കാശ് മേടിക്കും. കാശ് മേടിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോറ് വെക്കാമെന്നാണ് നിങ്ങൾക്ക് സമയമില്ലയെന്ന് വെച്ച്. അത് എനിക്ക് നാളെ നൈറ്റാണ്, പെട്ടെന്ന് പോകണം. 2:30 മുമ്പേ ആൾ വലിയും. പോയി കഴിയുന്ന എന്താ ഈ വീട്ടിലാ പോന്നെ, ആശുപത്രി വല്ലപ്പോഴേ പോകത്തുള്ളൂ. വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ പുള്ളി അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. ഇവർ രണ്ടുപേരും അവിടെ, അനിയത്തിയും ചേട്ടത്തിയും ഇവനും അവർ ആ വീട്ടിൽ. അപ്പോൾ അനിയത്തിക്ക് അറിയാം ഈ ബന്ധമെല്ലാം? എല്ലാം അറിയാം. അനിയത്തിക്ക് പേടിയാ ഇവിടെ. എന്താ അനിയത്തി എന്തിനാ പേടി? അനിയത്തിക്ക് വല്ല പ്രശ്നമുണ്ടോ? അല്ല, ഈ അനിയത്തി ഇവിടെ വഴക്ക് പറയും. പറയുന്ന ഒരു പേടിയാണോ? ഞാൻ ഇത് കണ്ട് അങ്ങനെ എങ്ങനെ എൻ്റെ മോളറിഞ്ഞു. മോൾക്ക് അവിടെ തവഞ്ഞ് നാണക്കട. അങ്ങനെ പെട്ടെന്ന് മോള് വന്ന് ഈ വീട്ടിൽ വന്നപ്പോൾ അത് സംഗതി പറഞ്ഞ. അത് മോളുടെ വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി. എന്ത് കഷ്ടമാണ് മോൾക്ക്. എന്തെന്ന് നാണക്കേട് പറയട്ടെ. തൊട്ടടുത്ത് വന്ന് ഞാൻ മോള് വന്ന് ഇതിലൊക്കെ നോക്കിയപ്പോൾ സംഗതി അത് തന്നെ. ആ സെക്കൻഡ് മോള് എന്നെ അവിടെ വണ്ടി കയറി പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നു. അച്ഛ വീണ്ടും അവർ തുടങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ തുടങ്ങിയോൻ അവിടെ ആശുപത്രിയിലല്ലേ പോന്നെ. അല്ല അച്ഛാ, എൻ്റെ വീട്ടിനടുത്ത് ഞാൻ കണ്ട അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഒളിച്ചു വെക്കാൻ വയ്യാന്ന് പറഞ്ഞു. അയ്യോ. അങ്ങനെ ഞാൻ ജോലി തീർന്ന് വീട്ടിൽ ഇരുന്നിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അത് വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നേ. സന്ധ്യ 7 മണിയപ്പോൾ ഞാൻ സൈക്കിൾ എടുത്ത് അത്രയും കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി. എത്ര ദൂരമുണ്ട് അവിടെ? എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ ഒരു 10 കിലോമീറ്റർ വരും. രാത്രി ചവിട്ടി. അപ്പോൾ ഈ വാടക എടുത്ത വീട് എനിക്കറിഞ്ഞൂടാ, ആ ഏരിയ എനിക്കറിഞ്ഞൂടാ. അങ്ങനെ നേരെ എൻ്റെ മോളെ വീട്ടിക്കുന്നു. ഞാൻ മോളെ വീട്ടിൽ എന്നത് മരുമോനെ മോളെ ഇവിടെ വിളിച്ചിട്ട് പറയാം, മോളെ ഇപ്പം എനിക്ക് എൻ്റെ അമ്മയെ കാണണം, ആ വീടൊന്ന് കാണണമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരെ അവിടെ പോയി. പൊടി കൊച്ചിനെ എടുത്ത് ചെന്നപ്പോൾ ഇതാണെങ്കിൽ വാതൊക്കെ ഇങ്ങനെ ഇരിക്കുക. ആശുപത്രി നേരിട്ട് പണിയെന്ന് പറഞ്ഞ ആളാ. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ അടുത്ത് ചെന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ
ബാക്കിൽ കൂടെ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം ഓടി. ഉഷ. ആ പിന്നെ അവിടെ ഏരിയ തിരക്കിട്ട് കണ്ടില്ല. നിങ്ങളുടെ ഭാര്യയായ ഉഷയെ കണ്ടില്ല. അയാളില്ല. അപ്പോൾ അയാൾ ആ സമയത്ത് അവൻ ഇല്ല. അനിയത്തി ഉണ്ട്, മക്കളും എല്ലാം ഉണ്ട്. അനിയത്തിന്റെ മക്കളൊക്കെ അവിടെയാ താമസം. ഞാൻ ചോദിച്ചു, നീ അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്? അനിയത്തിയോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നീയും എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞില്ലേ? ഞാൻ തിരക്കിയപ്പോൾ നീ അവിടെ ഇല്ല, ആശുപത്രിയില്ലാന്ന്. ഇപ്പം എവിടെ നിന്ന് വന്ന്? നീ എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ ഇങ്ങനെ? അനിയത്തിക്ക് ഭർത്താവൊന്നുമില്ലേ? ഇല്ല. എവിടെ പോയി അയാളെ കളഞ്ഞു. രാജുവിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ജീവിതം പുലർത്താൻ അഹോരാത്രം പാടുപെടുന്നതിനിടയിൽ രാജുവിന് നഷ്ടമായത് സ്വന്തം കുടുംബത്തെയാണ്. രാജുവിന്റെ ദാമ്പത്യ ജീവിതം ശിഥിലമാക്കിയ ആ ദാരുണമായ കഥയിലേക്ക്